ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ തിരക്കിൽ തന്നെയാണ്. തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കോട് തിരക്ക്. എല്ലാ രംഗത്തും അഭിനയം മാത്രമല്ല മോഹൻലാൽ, ഇപ്പം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ട്. പ്രായമായി വരും തോറും കൂടുതൽ പരീക്ഷണങ്ങൾ, മമ്മൂട്ടി നടത്തുന്നത് പോലുള്ള പരീക്ഷണങ്ങളും കൂടി നടത്താൻ മോഹൻലാൽ തീരുമാനിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല, മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന പുതിയ സിനിമയെക്കുറിച്ച് പോലും ചിന്തിച്ച് തുടങ്ങി എന്ന് ആലോചിക്കണം. അത്തരം സിനിമ ചെയ്യുമ്പോൾ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുള്ളൊരു സിനിമ വേണം. ഇത്തരം കാര്യങ്ങളും ചർച്ചയ്ക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണത്. അപ്പോഴാണ് ചില ആൾക്കാർ, നമുക്കറിയാലോ, ചിലർ പ്രശസ്തരായി വരുമ്പോൾ അത് ഞാനാണ് അവനെ വളർത്തിയത്, ഞാനാണ് കൊണ്ടുവന്നത്, ഞാൻ അങ്ങ് പറയില്ലേ. ഇപ്പം ചിലർ പറയാറുണ്ട്, അവൻ്റെ തലവര നോക്കണേ, അന്ന് ഞാൻ അവനെ വെറുതെ തിരിച്ചയച്ചതാണത്, ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്നു, അപ്പോൾ അന്ന് ഞാൻ അവനെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് പേര് കിട്ടുമായിരുന്നില്ലേ. ഇതൊക്കെ ഓരോരുത്തർ തലവിധി. ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടെന്ന് ആലോചിക്കണം. പ്രത്യേകിച്ച് സിനിമകളിൽ നമ്മളൊരു 3-4 പേരെ പ്രത്യേകിച്ച് പെട്ടെന്ന് എടുക്കാൻ പറയുക. അതായത് നമ്മളിപ്പോൾ ഒരാളെ കൊണ്ട് പരിചയപ്പെടുത്തി, ഇന്ന ആളാണ്, നല്ല കലാകാരനാണ്, അഭിനയിക്കാൻ കഴിയും, ഇയാൾക്കൊരു ചാൻസ് കൊടുത്താൽ കൊള്ളാം എന്ന് ഞാൻ പലപ്പോഴും പലരെയും കൊണ്ട് അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടെന്ന് ആലോചിക്കണം. എഴുതിയിട്ടുണ്ട്. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, ഇവനൊക്കെ ഒന്നും രക്ഷപ്പെടുന്നില്ല, എന്തെങ്കിലും മുഖം കണ്ടില്ല, എന്തുവായി സംഭവം, ചേന പോലിരിക്കുന്നു, മറ്റു പോലിരിക്കുന്നു, ശബ്ദം പോരാ, ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തിരിച്ചയച്ച 2-3 നടന്മാരെ എനിക്കറിയാം. ഞാനത് അതിൻ്റെ സമീപത്ത് ഉണ്ടായുള്ള ആളെന്ന് ആലോചിക്കണം. പക്ഷെ ആ 3 പേരും ഇപ്പോഴും മലയാള സിനിമയിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് ആരെയും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് കുറ്റപ്പെടുത്താം, ശരിയാവില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താം. അതല്ലെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു പോയി, ഞാൻ ഒരു ചിലപ്പോൾ ഞാനൊരാളെ ഉന്തിയിട്ടായിരിക്കാം, 2 വിധത്തിലായിരിക്കാം. കൊണ്ട് അവനെന്തെങ്കിലും അപകടം പറ്റട്ടെ. പക്ഷെ ആ കൊണ്ട് ചെന്ന് വീണത് അവൻ നല്ല കാര്യങ്ങൾക്കാണെങ്കിലോ അങ്ങനെ രക്ഷപ്പെട്ടു. അന്നത്തെ എൻ്റെ ആ ഉണ്ടുണ്ടല്ലോ, ഉന്തി നോക്കിയതാ, ആ കൊണ്ട് അവൻ രക്ഷപ്പെട്ടു, അത്രയും മിടുക്കനാണെന്ന്. ആ ഉന്തിൽ പോലും അവൻ വീടില്ലാതെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഇപ്പോൾ വളർന്നു വന്നില്ലേ എന്നുള്ള അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അതായത് എത്ര വർഷത്തിന് ശേഷം ഇപ്പോൾ മോഹൻലാലിനെ ആരാണ് വളർത്തിയത്, മോഹൻലാലിനെ ആരാണ് സിനിമയിൽ കൊണ്ടുവന്നത്, ഇതൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ സുരേഷ് കുമാർ, അശോക് കുമാർ അടക്കമുള്ള ചില ടീമുകളുണ്ടെന്ന് ആലോചിക്കണം. അവരൊരു സിനിമ നിർമ്മിച്ചു എന്ന് ആലോചിക്കണം. ആ സിനിമയിലെ എല്ലാവിധ ജോലികളും ചെയ്തു കൊടുത്ത ഒരാളാണ് മോഹൻലാൽ എന്ന് ആലോചിക്കണം. ആ സിനിമയിലെ നായക സ്ഥാനത്ത് മോഹൻലാൽ തന്നെയാണെന്ന് ആലോചിക്കണം. അന്ന് ഇപ്പോഴും പലരും പറഞ്ഞു നടക്കുന്നത് ആ കൂട്ടത്തിൽ പ്രിയദർശൻ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രിയദർശൻ ഉണ്ടായിരുന്നില്ല. പ്രിയദർശൻ എന്നൊരു ചെറിയ ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ട് അവിടെ തിരുവനന്തപുരത്ത് ഇന്ത്യൻ കോഫി ഹൗസ്, അങ്ങനെ സെക്രട്ടേറിയറ്റ്, ആ കാര്യങ്ങളിൽ പബ്ലിക് ലൈബ്രറി, അങ്ങനെയൊക്കെ അലഞ്ഞ് നടന്ന് കുറേ സിനിമകൾ കണ്ടു നടന്നൊരു കാലമായിരുന്നു. അപ്പോൾ പിന്നീടാണ് പ്രിയദർശൻ ഇവരുടെ ഗ്രൂപ്പിലേക്ക് വന്നതെന്ന് ആലോചിക്കണം. അതൊക്കെ പോട്ടെ. പക്ഷെ അവരുടെ ഗ്രൂപ്പിൽ വേറൊരാളുണ്ടായിരുന്നു ആലോചിക്കണം. അതായത് പ്യാരിലാൽ, മോഹൻലാലിൻ്റെ ചേട്ടൻ, പ്യാരിലാലിൻ്റെ ക്ലാസ്മേറ്റായ മണിയമ്പിള്ള രാജു എന്ന് ആലോചിക്കണം. വെറും രാജു, മണിയമ്പിള്ള പിന്നെ ഒന്നുമില്ലല്ലേ. അങ്ങനെ രാജു വരെ ഗ്രൂപ്പിൽ ചേർന്നു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം KB ഗണേഷ് കുമാർ വന്നു. അപ്പം നടനായിട്ടില്ല, തിരുവനന്തപുരത്തെ ബെൽറ്റിൽ ഗണേഷ് കുമാർ വന്നു. ഗണേഷ് കുമാർ വരാനും കാരണം എന്താ, ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ പക്ക രാഷ്ട്രീയക്കാരൻ, രാഷ്ട്രീയ നേതാവ്, എന്നും മന്ത്രി, MLA. അപ്പോൾ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഗണേഷ് കുമാറിനെ പലരും വിനിയോഗിച്ചു എന്ന് ആലോചിക്കണം. അങ്ങനെയും ഇവരുടെ സർക്കിളെല്ലാം വലുതായി വന്നു. മോഹൻലാൽ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലായി, മണിയമ്പിള്ള പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ, അങ്ങനെ മിക്കവരും പ്രശസ്തരായി. സുരേഷ് കുമാർ ആണെങ്കിൽ നിർമ്മാതാവ് മാത്രമല്ല, നടൻ കൂടിയാണെന്ന് ആലോചിക്കണം. നടൻ മാത്രമാണോ, അദ്ദേഹത്തിൻ്റെ മകള് പ്രശസ്തയായ സിനിമാ നടിയെ തീർന്നിരിക്കുന്നു ആലോചിക്കണം. മാത്രമല്ല ജനൻ TV-യുടെ വലിയ വൈസ് ചെയർമാൻ, ആ നിലവാരത്തിലേക്കും സുരേഷ് കുമാർ എത്തി. അപ്പോൾ അവർ ടീമെല്ലാം വലുതായി. പ്രിയദർശൻ വമ്പനായില്ലേ. പ്രിയദർശൻ ബഹുഭാഷയിലെ സംവിധാനം മാത്രമല്ല പ്രശസ്ത സംവിധാനം മാറി എന്നുള്ളതാണ് സത്യം. അഖിലേന്ത്യാ അവാർഡുകളും നേടി. അപ്പോൾ അങ്ങനെ ആ ഗ്രൂപ്പ് വലുതായി. ഇപ്പോൾ മണിയമ്പിള്ള രാജു ചില സദസ്സുകൾ പറയുന്നുണ്ട്, അന്ന് ഞാൻ എൻ്റെ കൈ തൊട്ടു, ഈ കൈപുണ്യം എന്ന് പറയുന്നില്ലേ, ആ കൈപുണ്യം കൊണ്ടാണ്, എൻ്റെ കൈപുണ്യം കൊണ്ടാണ് ലാൽ ഈ നിലവാരത്തിലെത്തിയത്. ഒന്നെങ്കിലും അവന് ആദ്യം മേക്കപ്പെട്ടത് ഞാനല്ലേ, അവൻ്റെ മുഖത്ത് മേക്കപ്പെട്ടത് ഞാനല്ലേ, ഞാനൊരു നടനല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പലരും ചോദിച്ചു, ഓഹോ, മോഹൻലാലിനെ മേക്കപ്പെട്ടത് നിങ്ങളാണല്ലേ, ഇത് ഞങ്ങൾക്കറിയില്ലല്ലോ, അപ്പോൾ നിങ്ങൾ നല്ലൊരു മേക്കപ്പ് മാനാണോ?
നല്ലൊരു മേക്കപ്പ് മാനാണോ അല്ലയേ എന്നുള്ളതല്ല, ഞാൻ തൊട്ടത് പൊന്നായില്ലേ. ഞാൻ മോഹൻലാലിൻ്റെ മുഖത്ത് ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുത്തു. ആ പൗഡർ എടുത്ത് വെറുതെയല്ല. 11 വയസ്സുകാരനെ 80 വയസ്സുകാരനെ മാറ്റി ഏറ്റവും നല്ല നടനുള്ള അവാർഡ് വാങ്ങിക്കൊടുത്തത് ഞാനാണ് എന്ന് മണിയമ്പിള്ള പറഞ്ഞപ്പോൾ പലരും ചിരിച്ചു, പലരും പരിഹസിച്ചു എന്നാലോചിക്കണം. ചിലർ ലാലിനോട് ചോദിച്ചു, മണിയമ്പിള്ള നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്, ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലാൽ പറഞ്ഞു, അതിൽ സത്യം തന്നെയാണ്. എൻ്റെ മുഖത്ത് ആദ്യം മേക്കപ്പ് ഇട്ടത് മണിയമ്പിള്ള രാജുവാണ്. അതെനിക്ക് പറയാനെന്താ, ഞാൻ അഭിമാനത്തോടെ പറയുന്നു ആലോചിക്കണം. അപ്പം അതിൻ്റെ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത് ആലോചിക്കണം. കാരണം മോഹൻലാൽ ഒരു ദിവസം കൊണ്ട് നടനായിട്ട് വന്നതല്ല. ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അഭിനയ ഭ്രാന്തുണ്ടായിരുന്നു. അന്നൊക്കെ നാടകമാണ്, ഈ സ്കൂളിലൊക്കെ നാടകമുണ്ട്, മത്സരമുണ്ട്, ആ മത്സരത്തിൽ പങ്കെടുക്കുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാലത്ത് അന്നത്തെ നാടക എഴുത്തുകാരെടുക്കുക, ഈ സ്ത്രീ കഥാപാത്രങ്ങൾ കുറഞ്ഞ നാടകങ്ങളാണ് പലരും അഭിനയിക്കാറ്. മറ്റു ചിലർ കോമഡി കലർന്ന നാടകങ്ങളാണ് അഭിനയിക്കാറ്. അപ്പോൾ ഇവിടെ ആ സ്കൂളിൽ 11 വയസ്സുകാരനായ മോഹൻലാലാണെന്ന് ആലോചിക്കണം, അഭിനയത്തിന് മുന്നിൽ വന്നു നിൽക്കുന്നു. അപ്പോൾ പ്യാരിലാൽ മോഹൻലാലിൻ്റെ ചേട്ടനും മണിയമ്പിള്ളയും അതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴാണ് ഈ ഒരു നാടകം അവതരിപ്പിക്കണം. ഏത് നാടകമായിരിക്കണം? കുറേ നാടകങ്ങൾ അന്നത്തെ പ്രശസ്ത എഴുത്തുകാരുടെ CL ജോസ്, കടവൂർ ചന്ദ്രൻപിള്ള അടക്കമുള്ള പലരുടെയും നാടകങ്ങൾ എടുത്തു. അങ്ങനെ വന്നപ്പോഴാണ് ഈ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ഒരു നാടകം ഇവിടെ കണ്ണിൽപ്പെട്ടത്. വേളൂർ കൃഷ്ണൻകുട്ടി അന്ന് നല്ല കോമഡി എഴുതുന്ന എഴുത്തുകാരാണ് ശരിക്കും, ചിരിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന. പക്ഷേ അതേ സ്ഥാനത്ത് പഞ്ചവടി പാലം പോലെയുള്ള കഥകൾ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ആലോചിക്കണം. അങ്ങനെ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കമ്പ്യൂട്ടർ ബോയ് എന്നുള്ളൊരു നാടകം ഇവർ തിരഞ്ഞെടുത്ത് ആലോചിക്കണം. ആ നാടകത്തിലെ 80 വയസ്സുള്ളൊരു കഥാപാത്രമുണ്ടെന്ന് ആലോചിക്കണം. ഇവരുടെ കൂട്ടത്തിൽ സ്കൂളിൽ പഠിക്കല്ലേ, 80 വയസ്സുള്ള കഥാപാത്രം മാതിരി പുറത്തുനിന്ന് ആരെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവനെ രാജു നോക്കിയിട്ട് പറഞ്ഞു, ഈ ലാലിനെ 80 വയസ്സാക്കാം ഞാൻ. അങ്ങനെ 11 വയസ്സ് പ്രായമുള്ള മോഹൻലാലിനെ മേക്കപ്പ് ചെയ്തുകൊണ്ട് 80 വയസ്സുകാരിൽ എത്തിച്ചത് രാജു തന്നെയാണ്. അത് കള്ളമൊന്നുമല്ല. പക്ഷെ നമ്മളൊക്കെ വിചാരിക്കും ഈ അടുത്ത കാലത്തെങ്ങാനാണോ മോഹൻലാലിനെ, അല്ലെങ്കിൽ മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കാൻ വന്നപ്പോഴാണോ മേക്കപ്പ് ചെയ്തത്, അതല്ല അതിനു മുൻപാണോ മേക്കപ്പ് ചെയ്തെന്നൊക്കെ തെറ്റിദ്ധരിക്കും. എന്ത് ധരിച്ചാലും ഒരു കാര്യം ലാൽ പറഞ്ഞു, രാജു പറഞ്ഞു സത്യം തന്നെയാണ്. ഇവരെ മേക്കപ്പ് ചെയ്ത്, അതായത് കൈ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റാൻ ചില കരവിരുത് ഈ മണിയമ്പിള്ള രാജുവിനുണ്ടെന്ന് ആലോചിക്കണം. അപ്പം പറയുന്നത് എന്താ, അന്ന് രാജു വിദ്യാർത്ഥി ആയിരുന്നെങ്കിൽ രാജു പിന്നീട് ബാലചന്ദ്രൻ മേനോൻ്റെ സിനിമയിലൂടെ നായകനായി വന്നില്ലേ? അപ്പം രാജു നായകനല്ലേ, മമ്മയും മറ്റേ മോഹൻലാലും നായകനല്ലേ? അങ്ങനെ ഒരു നായകനെ മേക്കപ്പ് ചെയ്തുകൊണ്ട് വളർത്തി എന്ന് പറഞ്ഞ് ശരിയാണ്. ശരിയായാലും തെറ്റായാലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മോഹൻലാലിന് ആദ്യം മേക്കപ്പെട്ട ഒരു ഗുരുദക്ഷിണ പോലും കിട്ടിയില്ല എന്ന് രാജു പരാതി പറയുന്ന ആ അന്നത്തെ 11 വയസ്സുകാരൻ മോഹൻലാൽ ഇന്ന് 64 വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ വാനോളം ഉയർന്നിരിക്കുന്നു ആലോചിക്കണം. ആ വാനോളം ഉയർന്നു നടക്കുമ്പോഴും അഭിമാനത്തോടെ രാജു പറയുന്നു, എൻ്റെ കൈപുണ്യമല്ലേ അത് എന്നുള്ളത്.